ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ടേസ്റ്റ് ചെയ്ത മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു അടിപൊളി സൂപ്പർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു പുഡിംഗ് റെസിപ്പിയാണ്. നമ്മളുടെ കസ്റ്റർഡ് ഫ്രൂട്ട്സും പിന്നെ നമ്മളുടെ ഓറഞ്ച് പുഡിങ്ങും കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഞാൻ തള്ളി മറിക്കുന്നൊന്നുമല്ല, ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയ്ക്ക് ടേസ്റ്റ് ആണിത്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതേ നമ്മളുടെ കസ്റ്റർഡ് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്ത പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ കട്ടകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ കസ്റ്റർഡ് പൗഡറിന് ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാലിൻ്റെയൊക്കെ അളവിനനുസരിച്ചിട്ട് വേണം ഈ കസ്റ്റർഡ് പൗഡറൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാല് നല്ലോണം തിളയ്ക്കണം. നല്ലോണം തിളച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് വറ്റി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 1/4 കപ്പ് പാല് കൂടെ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വറ്റി വരുമ്പോൾ ശകലം പാല് പോകുമല്ലോ, വറ്റി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 1/4 കപ്പ് പാലെടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങണം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്ന പോലെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് തീ വളരെ കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റർഡ് പൗഡർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ കസ്റ്റർഡ് പൗഡറിന് ഒരു ചെറിയ മണം ഉണ്ടാവും. ആ മണമൊക്കെ നന്നായിട്ടൊന്ന് പോകണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഇത് നന്നായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുവിധം നല്ലോണം കട്ടിയാവണം കേട്ടോ. എന്ന് വെച്ചിട്ട് ഭയങ്കര ഇങ്ങനെ അപ്പം പോലെ ആവരുത്, ലൈറ്റായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നൊരു തരത്തിലാവുകയും വേണം. അപ്പോൾ അതേ നമ്മൾ ആ മണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇതിന്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് ചൂടൊക്കെ ആറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് മുന്തിരി, 1 കപ്പ് ആപ്പിള്, പിന്നെ 1 കപ്പ് നമ്മളുടെ ചെറിപ്പഴം, പിന്നെ 1 കപ്പ് ബനാന, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നമ്മുടെ പഴം ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നേന്ത്രപ്പഴം വേണമെങ്കിൽ അതിടാം, ചെറുപഴം വേണമെങ്കിൽ ഇടാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് മാംഗോ വേണമെങ്കിൽ അതിടാം, പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിള്, നിങ്ങൾക്ക് ഏത് പഴങ്ങളൊക്കെയാണോ ഇഷ്ടം അതെല്ലാം ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്ന് കരുതിയിട്ട് നമുക്ക് ചക്കപ്പഴം ഇട്ടാലോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എൻ്റെ അനിയൻ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്ത് പഴം വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ അതുപോലെ കസ്റ്റർഡിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പാലൊരൽപ്പം കൂടുതൽ ഒഴിച്ചിട്ട് കസ്റ്റർഡ് പൗഡറൊക്കെ കൂടുതൽ ആക്കിയിട്ട് പഴങ്ങൾ വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇത് ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. നമ്മൾ 2 ലെയറാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റർഡ് പുഡിങ്ങും പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ഓറഞ്ച് പുഡിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട് കസ്റ്റർഡ് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ വെക്കുകയാണ്. ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്താൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ അങ്ങ് വെച്ചാലും മതി. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട് കസ്റ്റർഡ് മാത്രം മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇത് മാത്രം ചെയ്യാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ആ ഓറഞ്ച് പുഡിങ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ആ ഓറഞ്ച് പുഡിങ്ങും ഈ ഫ്രൂട്ട് കസ്റ്റർഡും കൂടെ കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ അമ്മയെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ. അത് ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഓറഞ്ച് പുഡിങ്ങിലോട്ട് പോകാം അല്ലേ. ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയാണേ. അപ്പോൾ നമ്മൾ ഓറഞ്ച് പുഡിങ്ങിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇവിടെ എടുക്കുന്നത്. ഈ കോൺഫ്ലോർ നമ്മൾ ആദ്യം കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും കൂടാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ ഈ കോൺഫ്ലോറിനും നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഞാനിവിടെ 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml. അതിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരല്പം ഓറഞ്ചിൻ്റെ കളറ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഫുഡ് കളറ്. അത് ആവശ്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തുവെന്നേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ അതിനുവേണ്ടി ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം അങ്ങ് തിളപ്പിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഓറഞ്ച് പുഡിംഗ് മാത്രമായിട്ട് ചെയ്യാം കേട്ടോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇപ്പോൾ നമ്മളുടെ ഓറഞ്ച് ജ്യൂസ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങ് തിളപ്പിക്കണം. ആ പഞ്ചസാരയൊക്കെ ജ്യൂസിനകത്ത് നന്നായിട്ട് അലിഞ്ഞ് ചേരണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് തിളയ്ക്കണം. നമുക്ക് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത ഉടനെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം തന്നെ ഇത് കട്ടിയാവാൻ തുടങ്ങും. ഒരുപാടങ്ങ് കട്ടിയാക്കരുത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ ഈ കോൺഫ്ലോറിന് ഒരു വേവ് ഉണ്ട്. ആ വേവ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചൂടൊക്കെ ആറി കഴിഞ്ഞ് കഴിക്കുന്ന സമയത്തായിരിക്കും നമുക്കത് മനസ്സിലാവുക, നല്ലോണം കയ്പ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇത് ഇളക്കി നന്നായിട്ടൊന്ന് വേവിക്കണം. വേവിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇത് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മളുടെ ഫ്രൂട്ട് കസ്റ്റഡ്, അതിലോട്ട് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടാറിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം, ചൂടോടുകൂടി വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു സെക്കൻഡ് ലെയറായിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇതങ്ങ് ചൂടൊക്കെ ആറിയിട്ട് നല്ല തണുത്തിരിക്കുന്ന സമയത്ത് അങ്ങ് കഴിച്ചാലുണ്ടല്ലോ, എൻ്റെ അമ്മേ ഒന്നും പറയാനൊക്കില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്തായാലും ഇനി കുറച്ചൊന്ന് ആഡംബരമാക്കി എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇതിൻ്റെ മേളിൽ ഇച്ചിരി പിസ്ത നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മളിപ്പോൾ വീട്ടിൽ ആരെങ്കിലും അതിഥികളൊക്കെ വരുന്ന സമയത്ത് കാണാനൊരു ഭംഗിയൊക്കെ വേണമല്ലോ, അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി പിസ്തയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേളിലോട്ട് ഞാനൊരു ചെറി പഴം കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ കാണാനൊരു നല്ല രസമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നതേ ഉള്ളൂ. ഫോട്ടോയൊക്കെ എടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ നമ്മളുടെ ഫ്രൂട്ട് കസ്റ്റർഡും പ്ലസ് നമ്മളുടെ ഓറഞ്ചും കൂടിയുള്ള അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാടങ്ങ് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചില്ല, ഞാനൊന്ന് കഴിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പറാണ് കേട്ടോ, തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ, അടിപൊളി സാധനമാണ്. അതുപോലെ ഇപ്പോൾ കസ്റ്റർഡ് പൗഡറൊക്കെ നമ്മളുടെ നാട്ടിലിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണേ. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു.